കാരണം ചേട്ടന് അമ്മായി ചെയ്ത് കൊടുത്താലേ തൃപ്തി വരും. പിന്നെ അമ്മായിന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ച് വരുമ്പോഴത്തേക്കും അമ്മായി അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ വിളിച്ചു. ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും. എനിക്ക് മാല ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് എന്താ ഭംഗി. റിസപ്ഷൻ ഒന്നും ഇടുന്നുണ്ടാവില്ലേ? ഇല്ല, റിസപ്ഷൻ സ്വർണ്ണം ഇടുന്നില്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ അധികം സ്വർണ്ണം നടക്കുന്നത് ഇഷ്ടമല്ല. കല്യാണത്തിന് തന്നെ ഇടുന്നോട്ടോ. എനിക്കും അതെ. അതുകൊണ്ടല്ലേ ഞാൻ ഈ നൂല് പോലെ മാലക്കൊണ്ട് നടക്കണേ. അല്ലാതെ ഇല്ല കേട്ടോ. പിന്നെ കോമഡി ഒന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഒരു വീടാവുമ്പോ പല ആവശ്യങ്ങളും വരും. അതിലൊന്നും വീട് പോകില്ല. നിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അവസാനം ഒന്നും ഉണ്ടാവില്ലേ. അമ്മായിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം. ഇവിടെ ആവശ്യത്തിന് കാശൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്നല്ല കാറോ എനിക്ക് മുട്ടായി മേടിച്ചു തരുമോ? പ്ലീസ് അമ്മ, മുട്ടായി ഒന്ന് മേടിച്ചു തരുമോ? എടി, നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. പിന്നൊരു ദിവസം മേടിക്കാം. പെൻഷൻ വന്നില്ല. പിന്നൊരു ദിവസം മേടിച്ചു തരണം. നീ നല്ല കുട്ടിയല്ലേ, അമ്മ പറയുന്ന എല്ലാം കേൾക്കണം കേട്ടോ. ആ അമ്മ, എനിക്ക് മേടിച്ചു തരുമല്ലോ. വാ മോളെ, നമുക്ക് പോകാം. നമുക്ക് വീട്ടിലോട്ട് പോയാലോ? നമുക്ക് പോയാലോ? വീടെത്തി. ഇനി എനിക്ക് യൂട്യൂബും കാണാം. ഇനി നിങ്ങൾ വിചാരിച്ചത് ഇതുപോലെ ആയിരിക്കും അടുത്തത്? അല്ല, ഈ അമ്മയുടെ സ്വഭാവം വെച്ചിട്ട് ദേഷ്യം പിടിക്കത്തില്ല. ഇതൊക്കെ എന്തിനാ തൊടുന്ന് എന്നൊക്കെ പറയത്തില്ലേ? അതാണ് നമ്മളിപ്പോൾ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊന്ന് കാണും. അമ്മ, മുട്ടായി മേടിച്ചു തരുമോ പ്ലീസ്? ആഹാ, പിന്നെ വേണ്ട. നീ എന്തോ ഇപ്പം പെൻഷൻ പോലും വന്നില്ല. അതിനു മുമ്പ് മുട്ടായികൾ മേടിക്കുന്നു. നീ മിണ്ടാതിരിക്കടി. വായും പൊളിച്ച് നീ മിണ്ടാതിരിക്കും. മുട്ടായി എന്ന പേര് പറഞ്ഞു. അത് പല്ലല്ല, പുറത്തിരിക്കാം. നിന്റെ എന്ത് വരും? കരഞ്ഞ കൊല്ലും, കരയിലും. എന്റെ ഷോളേന്ന് വിളിയുണ്ട്. നമുക്ക് വീട്ടിൽ പോയാലോ? പിന്നെ വീട്ടിൽ പോകാൻ ആദ്യമേ വലിയവരോട് സംസാരിക്കാൻ നോക്കടി. നീ അത് വീട്ടിൽ പോവാ നീ ആദ്യമേ വലിയവരോടും സംസാരിക്കാൻ നോക്കും. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാവരും അമ്മയോട് ചോദിക്കുക, അമ്മയെ വീട്ടിൽ പോകണ്ട അമ്മയെന്നൊക്കെ പറയുന്നേ. നീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വർഗമായിട്ട് നടക്കുന്ന. ഞാൻ എന്തോ തെറ്റ് ചെയ്തമ്മേ? നീ എന്തോ തെറ്റ് ചെയ്തെന്നോ? നീ ബാക്കിയുള്ളവരോട് എന്തെങ്കിലും ഒരു നാശനം വേണ്ടിയിട്ടുണ്ടോ ഇതുവരെ എൻ്റെ മുമ്പിൽ വെച്ചിട്ട്? നീ ബാക്കിയുള്ള അടുത്തല്ലേ, വീട്ടിലെന്തോ ഒരു സായിന് വന്നി. വാ, വീട്ടിലോട്ട് നടക്കും. അപ്പം ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാനപ്പം ഇത് എന്തായിരുന്നു, ഒരു അമ്മയുടെ ഒരു ഇതായിട്ടാണ് ഞാൻ എന്തായിരുന്നു ടൈപ്പിനകത്ത് ഒന്നും കൊടുക്കുന്നില്ല. ഒരു ലവിൻ്റെ ഷേപ്പ് ഉള്ളത് കൊടുക്കുന്നുള്ളൂ. ഇത് ത്രില്ല് വരത്തില്ലല്ലോ ഈ നമ്മുടെ ടൈപ്പ് ചെയ്താൽ. അപ്പം അതിൻ്റെ എന്തായിരുന്നു അപ്പോഴത്തേക്ക് മനസ്സിലാവും ഇത് കഥയാണ്. പക്ഷേ ഈ തുടക്കത്ത് എന്തൊരു യൂട്യൂബിനകത്ത് വീഡിയോ കാണുമ്പോൾ നല്ല രസമല്ലേ? ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ല ടൈപ്പിനകത്ത് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ നല്ല രസമല്ലേ? അതുകൊണ്ട് ഞാൻ ലവിൻ്റെ ഷേപ്പ് മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടാലേ ഇത് എന്തുവാന്ന് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ നല്ല ഡ്രോയിങ് വീഡിയോസൊക്കെ ഇടും.
അതുവരെ നിങ്ങൾ ഞാനിടുന്ന വ്ളോഗെല്ലാം നിങ്ങൾ കാണണം. ഇപ്പം നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഫ്രം AB വ്ളോഗ് സൈനിങ് ഔട്ട്. നല്ല